ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കരളെടുത്തിട്ട് വരട്ടിയിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഐറ്റം ഒന്നും ഇല്ല ഇതിൽ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ഐറ്റമൊക്കെ കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കരളെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ കരളെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിക്കൻ്റെ കൂടെ നമുക്ക് വേറെ തന്നെ കടയിൽ നിന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കരളിനോട് കൂടെ തന്നെ ഉള്ള ഒരു കക്ക് എന്ന് പറഞ്ഞ സാധനം, കുറച്ച് ഉറപ്പുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. കരൾ മാത്രം വരട്ടിയെടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ കൂടെ ഈ കുറച്ച് ഉറപ്പുള്ള ആ കക്ക് എന്ന് പറഞ്ഞ സാധനം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ കുക്കറിലേക്ക് ഈ കക്ക് എന്ന് വെച്ചാൽ ഉറപ്പുള്ള ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, കരളിന് അത്ര കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് നന്നായിട്ട് ഉറപ്പുള്ള ഐറ്റം ആയതുകൊണ്ട് ഞാനിത് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 4 വീസിലൊക്കെ വരുന്നുണ്ട്. കാരണം മക്കളൊക്കെ കഴിക്കുമ്പോൾ വയറിനൊക്കെ, ഞാൻ പറയില്ലേ, ഞാൻ ചെമ്മീനും കടക്കയും ഒക്കെ ഞാൻ കുക്കറിലിട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരമായിട്ട് അടുപ്പിലിട്ട് വേവിച്ചാലും മതി. ഞാനിതിപ്പോൾ ആദ്യം കുക്കറിലിട്ട് നന്നായിട്ടൊരു 4 വീസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 500 ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറിയ ഉള്ളി ഒരു 500 ഗ്രാമോളം ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അത് ഇതുപോലെ ചതുക്കി എടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് അടിഞ്ഞിങ്ങനെ പേസ്റ്റ് ആവരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയെ. എന്നിട്ട് അത് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ നമ്മൾ വലിയ ഉള്ളി ഇടുന്നതിലും നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി ഇടുന്ന കേട്ടോ. ചെറിയ ഉള്ളീൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക. വലിയ ഉള്ളി എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടത്തിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി അടിച്ച പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എരിവൊക്കെ നിങ്ങൾക്ക് ഇടാം. പച്ചമുളകൊക്കെ ഒരു 5 പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതൊക്കെ കൂടി അടിച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചുകൂടി വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ഈ കക്കും കരളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ടാവും. അപ്പോൾ അത് മറ്റേ ഗ്യാസിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ കക്ക് ഈ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ മുകളിലിങ്ങനെ അതിൻ്റെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് കിടക്കും. ആ എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ബാക്കി ഇത് നമ്മൾ എന്തായാലും ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ തീരെ ഇളക്കാതെ ഒന്ന് കുക്കർ ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുത്താൽ ഈ എണ്ണ കംപ്ലീറ്റ് ഈ ഉള്ളിയിലേക്ക് പാരുക കേട്ടോ. നന്നായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ എണ്ണ ഉണ്ടാവും. അത് നന്നായിട്ട് എടുത്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നെയ്യൊന്നും അല്ല ഇട്ടിട്ട്, സാധാരണ കക്ക് വേവിച്ചാൽ തന്നെ നന്നായിട്ട് അതിൽ ആ ഒരു എണ്ണ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ നന്നായി മുരിഞ്ഞ് വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്. എന്നാലും ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടുന്നവരെ നിങ്ങൾ ഒരുവിധം മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ.
കുറച്ച് ടൈം എടുക്കും ഇത്. ഈ ടൈം എടുത്ത് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അത് നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കക്ക് ഉണ്ടല്ലോ, വേവിച്ച ഈ കക്ക് മറ്റേ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ഉള്ളുണ്ടല്ലോ, അതിൻ്റെ എണ്ണയാണ് ആദ്യം എടുത്തത്. അത് ഒന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച കരളുണ്ടല്ലോ, ഈ കരളാണ് ഒരു 500 ഗ്രാം കരളുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച ഈ കക്കിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് ഈ കരളും കൂടി വേവിച്ച് എടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 3/4 മണിക്കൂറോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ചും കൂടി വേവണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കക്കിൻ്റെ കരളിൻ്റെയൊക്കെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറവൊന്നുണ്ട്. നമ്മൾ ആദ്യം ഉപ്പിട്ടതേ ഉള്ളൂ, പിന്നെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി നോക്കണേ. നമുക്ക് എന്താ വെച്ചാൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇവിടെ അടിയിലൊന്നും പിടിക്കില്ല. നിങ്ങൾക്ക് നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല കളറുണ്ടാവും. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ തുറന്നിട്ട് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഈ കക്കും കരളും ഒക്കെ നന്നായിട്ട് വെന്ത് നന്നായി ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം വീഡിയോ എടുക്കാൻ സ്കിപ്പായി പോയതാണ്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുണ്ടേ. ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വിടാതെ ഇളക്കി എടുക്കുക കേട്ടോ. ഇളക്കി എടുത്ത് അവസാനം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അവസാനം ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, നിങ്ങൾക്ക് കാണാം നമ്മളെ ഈ ഒഴിച്ച എണ്ണ മുഴുവൻ തെളിഞ്ഞ് നിൽക്കുന്നതായി കാണാം. ഈ സൈഡിലൊക്കെ കണ്ടോ, ഇതുപോലെ കണ്ടോ, ഈ സൈഡിലൊക്കെ നന്നായിട്ട് ആ വെള്ളം വറ്റിയിട്ട് ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായി കാണാം. പിന്നെ നമ്മൾ ഈ ഉള്ളി ക്രഷ് ചെയ്തിടുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഗ്രേവി പോലെ ഇതിൽ കിട്ടും. അപ്പം നമുക്ക് ചപ്പാത്തിക്കും ഈ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ടൈമിന് എടുക്കാം കേട്ടോ. കുറച്ച് ഗ്രേവി ആയിട്ട് ഞാനിവിടെ കുറച്ച് നന്നായി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ഗ്യാസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില അത് നന്നായി അരിഞ്ഞിട്ട് അതും കൂടി ഇടുകയാണ്. അടിപൊളി നല്ല ടേസ്റ്റാണ്. നമ്മളെ കുരുമുളകിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ നന്നായിട്ടൊന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് 1 മണിക്കൂറോളം ഞാൻ ഇതിലേക്ക് നിന്നിട്ടുണ്ട് അടുപ്പിൽ. കാരണം നമ്മളിത് വഴറ്റി എടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി നോക്കാം. കണ്ട അടിപൊളിയായിട്ട് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ഡ്രൈ ആയി വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുന്നായിട്ട് എടുക്കാം. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ. അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എൻ്റെ ചാനലൊക്കെ കാണണം. എല്ലാ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കയറി കാണുക. അതുവരേക്കും ബൈ.